നമ്മുടെ വൈറലായി കഴിഞ്ഞ് നമ്മുടെ ബൺ മസ്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ പതിവൊരു ഡയലോഗില്ലേ, അതായത് ഈ ഭൂമിയിൽ ഇനി ഇതുണ്ടാക്കാണ്ട് ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളത്. ആ ഡയലോഗ് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം എനിക്കറിയാം ഇനി ഇതുണ്ടാക്കാത്ത ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഭൂമിയിലുണ്ടെന്നുള്ളത്. എന്റെ ഇത് ഉണ്ടാക്കുക എത്ര വൈകിയേ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല കേട്ടോ. ഇതിനു മുമ്പ് ഇത് ഉണ്ടാക്കിയ ആൾക്കാർ എല്ലാവരും പറയുന്നത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആണെന്നാ. അത് തന്നെ എൻ്റെ ഒരു കാരണം. എനിക്ക് പണ്ട് മുതലേ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. ഇച്ചിരി പാടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം നമുക്ക് ഉണ്ടാക്കാം. പിന്നെ എല്ലാവരും ടേസ്റ്റ് ആണ് എന്ന് പറയുന്ന ഒരു സാധനം കഴിക്കാനായിട്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എവിടെന്നോ ആരോ എന്തോ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര കോമഡി ആയിരുന്നു. അതിപ്പോൾ എനിക്ക് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടാണെങ്കിലും അപ്പം ആ സമയത്ത് എനിക്ക് അത്രയ്ക്കോട് കോമഡി തോന്നിച്ചില്ല. കാരണം ഇപ്പിച്ചാണ് എനിക്ക് ചീത്തക്കുന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള 3 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബണ്ണും പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡും ബട്ടറും ആണല്ലോ. അപ്പം ഞാൻ ഇതിന് മിൽക്ക് മെയ്ഡിന് പകരം ഇച്ചാനോട് പറഞ്ഞത് ഫ്രഷ് ക്രീമാണ്. ഇച്ചാൻ ഫ്രഷ് ക്രീം വാങ്ങിച്ചു വന്നാൽ എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ചു. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഷോർട്സ് നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായി. സംഭവം മാറിപ്പോയി എന്നുള്ളത്. ഞാൻ ഇച്ചാനോട് പറഞ്ഞ പാവം എൻ്റെ ഇച്ചാൻ വീണ്ടും വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ സംഭവം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചായയിൽ മുക്കി കഴിച്ചില്ലെങ്കിലും ഇങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്തോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.